ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. എന്നാൽ ഈ ഒരു മിൽക്ക് ഷേക്ക് കഴിച്ചു കഴിഞ്ഞാൽ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണെന്ന് മനസ്സിലാകുകയില്ല. അത്രക്കും ഒരു ടേസ്റ്റാണ്. പഴത്തിൻ്റെ ടേസ്റ്റൊന്നും മുമ്പിൽ നിൽക്കില്ല. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാം. ഈ ഒരു പഴം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ബൗളെടുത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കേണ്ടത്. ഞാനിവിടെ നെസ്കഫേയുടെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആണ്. 2 ടേബിൾ സ്പൂൺ ഡ്രിങ്കിങ് ചോക്ലേറ്റാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളടുത്ത് ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം ബൂസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കോഫി പൗഡറും ഡ്രിങ്കിങ് ചോക്ലേറ്റും ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ ഒരു നല്ലൊരു കോഫിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. നിങ്ങൾ പാല് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ഒരു ഷേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഞാനിവിടെ പകുതി മാത്രമേ കട്ടയാക്കി എടുത്തിട്ടുള്ളൂ. നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു പാല് നന്നായിട്ട് കട്ടയാക്കി തന്നെ എടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം. കുറച്ചധികം പാലിൽ അടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പഴം പെട്ടെന്ന് അടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ കുറച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളടുത്ത് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്രിങ്കിങ് ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. അഥവാ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്താലും മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായും ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി നോക്കുക. ശരിക്കും ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണെന്ന് മനസ്സിലാകുകയില്ല. ചോക്ലേറ്റിൻ്റെയും നേന്ത്രപ്പഴത്തിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് മിക്സായി വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.